നേരത്തെ നമ്മൾ പോയ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു. കൊച്ചിയിൽ ഗുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടി. ഗുണ്ടകളായ തമ്മനം ഫൈസലും ചോക്ലേറ്റ് ബിനുവും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. തൈക്കൂടത്ത് സുഹൃത്തിന്റെ വീട്ടിലെ മാമോദിസ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് സംഭവം. വിജിത ചേരുന്നു വിവരങ്ങളുമായി. വിജിത, എന്താണ് സംഭവം? നേരത്തെ എങ്ങാനും ഉണ്ടായ ഏറ്റുമുട്ടലിന്റെ തുടർച്ചയാണോ ഈ ഒരു ഏറ്റുമുട്ടൽ? അതോടൊപ്പം എന്താണ് ഇവരുടെ ആരോഗ്യനില? കൂടുതൽ വിശദാംശങ്ങൾ. കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചി തൈക്കുടത്ത് വെച്ചാണ് രണ്ട് ഗുണ്ടകൾ തമ്മിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തമ്മനം ഫൈസലും ചോക്ലേറ്റ് ബിനു, ഈ രണ്ടുപേര് തമ്മിലാണ്, രണ്ട് ഗുണ്ടകൾ തമ്മിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആദ്യം ഒരു വാക്ക് തർക്കത്തിൽ തുടങ്ങി, പിന്നീട് അതൊരു കയ്യാങ്കളിയിലേക്കെല്ലാം എത്തുന്ന ഒരു രീതിയിലുള്ള ആ തരത്തിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഉണ്ടായത്. ഏകദേശം ഉച്ചയോട് കൂടിയാണ് ഇത്തരത്തിൽ രണ്ടുപേരും സുഹൃത്തിന്റെ തൈക്കുടത്തുള്ള പള്ളിയിൽ സുഹൃത്തിന്റെ കുട്ടിയുടെ മാമോദിസ ചടങ്ങിന് പങ്കെടുക്കാൻ എത്തിയതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്കെല്ലാം കാര്യങ്ങൾ കടന്നത്. എന്തായാലും രണ്ടുപേർക്കും വേറെ ഒരു തരത്തിലുമുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല, വലിയ രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ മരട് പോലീസ് ഒരു അന്വേഷണം എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ടുപേർക്കും ഈ ഒരു അന്വേഷണത്തിന് അല്ലെങ്കിൽ കേസില്ല എന്നുള്ള ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഇത്തരത്തിലൊരു പരാതി ഒന്നും ഉന്നയിക്കാത്ത സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു കേസെടുക്കുന്ന കാര്യത്തിലേക്കൊന്നും പോലീസിന് കടക്കാനായിട്ട് കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും CCTV ദൃശ്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിൽ ഒരുപക്ഷെ മരട് പോലീസ് കടന്നേക്കാം എന്നുള്ള ഒരു കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇരുവരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. രണ്ടുപേരും അത്യാവശ്യം കേസുകളിലെല്ലാം പെട്ടുകിടക്കുന്ന ഗുണ്ടകൾ തന്നെയാണ്. ഈ പറയുന്നത് പോലെ തമ്മനം ഫൈസൽ എന്ന് പറയുന്ന ആൾ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു ആളാണ്. അതോടൊപ്പം തന്നെ ഈ ചോക്ലേറ്റ് ബിനു എന്ന് പറയുന്ന ആളും MDMA കേസുകളുമായെല്ലാം ബന്ധപ്പെട്ട് കുറേയധികം കേസുകളെല്ലാം ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. എന്തായാലും രണ്ടുപേരും തമ്മിലുണ്ടായ ഒരു ആക്രമണത്തിൽ പരസ്പരം വലിയ രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. വൈരാഗ്യമാണോ എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് ഒരിക്കലും ഒരു ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ കേസിന് രണ്ടുപേർക്കും താല്പര്യമില്ല എന്നുള്ളൊരു കാര്യമാണ് രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കേസെടുക്കാനോ അന്വേഷണം നടത്താനോ ഉള്ള ഒരു കാര്യമൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈ ഒരു CCTV കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണം അവിടെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാളിദാസ്. ശരി, വിജിതയാണ് വിവരങ്ങൾ നൽകിയത്. രണ്ടു പേർക്കും അല്ലെങ്കിൽ രണ്ട് ഗുണ്ടകൾക്കും കേസിന് പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അറിയുന്ന വിവരമെന്ന് പറയുന്നത്. അതായത് ഇനിയും ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ കൊച്ചിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും കൂടിയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. Entertainment News.